അല്ല, ഇതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും സുഖം വല്ലതും കിട്ടുന്നുണ്ടോ? എന്ത്? അല്ല, പ്രായം ഇത്രയൊക്കെ ആയില്ലേ, ഇനി ഈ ഒളിഞ്ഞു നോട്ടമൊക്കെ നിർത്തിയിട്ടേ മാന്യമായിട്ട് ജീവിച്ചൂടെ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഗീതു. ആരോടാണ്? നമ്മുടെ രാധികാമ്മയോട്, വേറെ ആരോടാ അല്ലേ? അപ്പോൾ എന്തിനായിരിക്കും ഗീതു നമ്മുടെ രാധികാമ്മയോട് ഇങ്ങനെയൊക്കെ ചോദിച്ചത്? എന്തായിരിക്കും കാര്യം എന്നറിയാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആകാംക്ഷയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണെന്നൊക്കെ അറിയാം. അപ്പോൾ അതിലേക്കൊക്കെ പോവാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കൂന്നല്ല, മറക്കരുത്. ലൈക്ക് കൂടി ചെയ്തേക്കൂ. അപ്പോൾ എന്താണ്, നമുക്ക് എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. ഇത് 16-ാം തീയതിയിലെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. 16-ാം തീയതിക്ക് ശേഷം 17-ഉം 18-ഉം തീയതികളിൽ സീരിയലില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ രാധികാമ്മ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. നമ്മുടെ ഗീതുവിനെ വിളിച്ചത് ആരാണെന്നറിയാത്തതിൻ്റെ ടെൻഷനിലാണ് നമ്മുടെ രാധികാമ്മ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കാഞ്ചന അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് കാഞ്ചന പറയാണ്, അതാരായിരിക്കും മാമി വിളിച്ചത്? രേഖയില്ലാത്ത അമ്മായിയമ്മ എന്ന് പറയുമ്പോൾ അതാരായിരിക്കും? വിളിച്ചത് ഏതോ കോംപ്ലിക്കേറ്റ് ക്യാരക്ടറാണെന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ കാഞ്ചന പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രാധികാമ്മ ടെൻഷൻ അടിച്ച് ആകെ പണ്ടാരം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ രാധികാമ്മ നമ്മുടെ കാഞ്ചനയോട് പറയണം, കാഞ്ചനെ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ തന്നെ ആ ആ ആ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാഞ്ചന അങ്ങ് പോവുകയാണ്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഗീതു പോവുകയാണ്. ഗീതുവിൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ രാധികാമ്മ തനിയെ നിന്ന് ചിന്തിക്കുകയാണ്, വിളിച്ചത് ഇനിയിപ്പോൾ ആരായിരിക്കും? ഒരു പക്ഷേ ഇനി അനാർക്കലി ആയിരിക്കുമോ? ഇനി അതുകൊണ്ട് ജയിലിലേക്കായിരിക്കുമോ കണ്ണൻ പോയത്? ഈശ്വര, ഇനി കണ്ണൻ ജയിലിലോട്ട് അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അനാർക്കലി വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ ജീവിതം കട്ടപ്പോക. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഈശ്വര? ഇനി എന്താ ഇതിനൊരു തടയിടുന്നത്? ഇനി എന്താ, എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ രാധികാമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല. ആകെ പൊറുതിയൊക്കെ മുട്ടിയിരിക്കുകയാണ് പുള്ളിക്കാരത്തിക്ക്. അങ്ങനെ നമ്മുടെ രാധികാമ്മ നേരെ എന്താണ് നമ്മുടെ ഗീതുവിൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ ഗീതു ചോദിക്കുകയാണ്, രാധികാമ്മയോട് ചോദിക്കുകയാണ്, എന്താ കാലുവെന്ത നായെ പോലെ ഇങ്ങനെ നടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ രാധികാമ്മ ഇങ്ങനെ പറയണ, ആ ഗീതു, നീ ആ മെസ്സേജ് ഒന്ന് നോക്ക്. മെസ്സേജോ? ഏത് മെസ്സേജ്? അല്ല, കണ്ണൻ നിനക്കൊരു മെസ്സേജ് അയച്ചില്ലേ, അതൊന്ന് നോക്ക് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ ഗീതു പറയണം, ഓ ആ മെസ്സേജോ? എന്താ രാധികാമ്മ ഇതുകൊണ്ട് എന്താ രാധികാമ്മ? അതെ, എൻ്റെ രേഖാമൂലമുള്ള ഭർത്താവ്, രേഖാമൂലമുള്ള ഭാര്യയായ എനിക്ക് രേഖാമൂലം അയച്ച മെസ്സേജ് ഞാൻ എന്തിനാ രാധികാമ്മയെ കാണിക്കുന്നത്? അല്ലെങ്കിൽ രേഖാമൂലമുള്ള രാധികാമ്മയ്ക്ക് രേഖാമൂലം കണ്ണേട്ടൻ മെസ്സേജ് അയക്കുകയാണെങ്കിൽ രേഖാമൂലം രാധികാമ്മ അത് നോക്കിക്കോ. അല്ലാതെ രേഖാമൂലമുള്ള എൻ്റെ ഭർത്താവ് രേഖാമൂലം എനിക്ക് അയച്ച മെസ്സേജ് ഞാൻ എന്തിനാ എൻ്റെ രേഖാമൂലമുള്ള അമ്മായിയമ്മയെ കാണിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ രാധികാമ്മ പറയണേ, ഗീതു കളിക്കാതെ ആ മെസ്സേജ് എടുക്ക് എന്ന് പറയണേ. രാധികാമ്മയ്ക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലേ? എൻ്റെ ഭർത്താവ് എനിക്ക് അയച്ചു തരുന്ന മെസ്സേജ് ഞാൻ എന്തിനാ രാധികാമ്മയെ കാണിക്കുന്നത് എന്നിങ്ങനെ പറയാണ്. രാധികാമ്മ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് രാധികാമ്മ അങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ഗീതു മെല്ലെ ചെന്നിട്ട് നോക്കുമ്പോൾ വാതിലിൻ്റെ അവിടെ രാധികാമ്മ നിൽക്കുകയാണ്. അപ്പോൾ രാധികാമ്മയുടെ അടുത്ത് നമ്മുടെ ഗീതു ചോദിക്കുകയാണ്, അല്ല, ഇതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സുഖം കിട്ടുന്നുണ്ടോ? അപ്പോൾ രാധികാമ്മ ഇങ്ങനെ നോക്കിയിട്ട്, എന്ത് എന്നിങ്ങനെ ചോദിക്കണേ. അല്ല, പ്രായം ഇത്രയും ആയില്ലേ, എന്നിട്ട് മൊളിഞ്ഞു നോട്ടത്തിനൊന്നും ഒരു കുറവുമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കണം. ഈ പ്രായത്തിൻ്റെതായിട്ടുള്ള കുറച്ച് പക്വത കാണിക്കണ്ടേ എൻ്റെ രാധികാമ്മ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രാധികാമ്മ ആകെ ചീഞ്ഞ് നാറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രാധികാമ്മ മെല്ലെ മെല്ലെ അവിടെ നിന്ന് അങ്ങ് എസ്കേപ്പ് ആവുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ നമ്മുടെ രേഖ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് മുറിയിൽ നിന്ന്. അപ്പോൾ രേഖയെ കാണുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ രാധികാമ്മ ചോദിക്കുകയാണ്, രേഖയെ വരുൺ എവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേഖ ഇപ്പം ഗീതുവിനോട് ചേർന്ന് എന്താണ് പറയുന്നത്, മുല്ലപ്പൂവും പൊടി ഏറ്റ് കിടക്കും കല്ലിനുണ്ടാകും സൗരഭ്യം എന്ന് പറഞ്ഞ കണക്കാണ് രേഖയും പഠിച്ചുപോയി. ഉടനെ വരുൺ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ തന്നെ രേഖ പറയണ, അത് വരുണേട്ടൻ ഇത്രയും നേരമായിട്ടും ഉറക്കം എണീച്ചില്ല. അപ്പോൾ ചോദിക്കുകയാണ്, അതെന്താ വരുൺ ഇത്രയും നേരമായിട്ട് എണീക്കാത്തത്? അത് വരുണേട്ടന് രാത്രി കുറച്ച് ജോലി ഉണ്ടായിരുന്നു, താമസിച്ചാണ് ഉറങ്ങിയതമ്മേ, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ രാധികാമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ രേഖ നൈസിനങ്ങ് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്.
അങ്ങനെ രേഖ പോവുകയാണ്. അതിനുശേഷം രാധികാമ്മയ്ക്കാണെങ്കിൽ ഒരു രക്ഷയില്ല, ആകെ ടെൻഷൻ പിടിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും ഇനി അനാർക്കലി വിളിച്ചിട്ട് ഗോവിന്ദനോട് പറഞ്ഞോ, ഇനിയിപ്പോൾ അതേക്കുറിച്ച് എന്താണ് സംഭവം എന്നൊന്നും അറിയാൻ പറ്റാഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ഗീതു എന്ത് ചെയ്യുന്നു, റൂമിൽ ചെന്നിട്ട്, റൂമിലാണ് നിൽക്കുന്നത്, കതക് മെല്ലെ അങ്ങ് അടയ്ക്കുകയാണ്. അതിനുശേഷം മെസ്സേജ് എടുത്ത് നോക്കുകയാണ്, ഗോവിന്ദ അയച്ച മെസ്സേജ് നോക്കുകയാണ്. അപ്പോൾ ഗീതു നോക്കുമ്പോൾ ഓഡിയോ മെസ്സേജ് ആണല്ലോ അയച്ചിരിക്കുന്നത്, അതെന്താ കണ്ണേട്ടൻ ഓഡിയോ മെസ്സേജ് അയച്ചത്, ഒന്ന് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് ഗീതു ഓൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് കുറേ ഫോട്ടോയും അയച്ചിട്ടുണ്ട്. അപ്പോൾ ഓഡിയോ ആദ്യം ഗീതു കേൾക്കുകയാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെ ഗീതു, ഇന്നലെ ഞാൻ കുറച്ച് ഓവറായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ കള്ളു കുടിക്കണമെന്ന് വിചാരിച്ചതേ ഇല്ല, പക്ഷേ വെറുതെ തുടങ്ങിയതാ, അയ്യപ്പേട്ട നിർബന്ധിച്ചത് കാരണം. പക്ഷേ അത് ഒരുപാട് ഓവറായിപ്പോയി. എനിക്കതിൽ നല്ല മാനസാന്തരം വന്നു ഗീതു, എനിക്ക് നല്ല ടെൻഷനുണ്ട്. അതുകൊണ്ട് ഗീതു എന്നോട് ക്ഷമിക്കണം. ഞാൻ പലതവണ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഗീതുവിനോട് പറഞ്ഞിട്ട് പിന്നെ എനിക്കത് പാലിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എന്താണ് പറയുന്നത്, ആ ഗീതുവിനോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു കുറേ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് എൻ്റെ പാപഭാരം ഇറക്കി വെക്കാമെന്ന് കരുതി. അതുകൊണ്ട് ഞാൻ ക്ഷേത്രത്തിൽ പോവുകയാണ് ഗീതു. ഇതിപ്പോൾ 4ാമത്തെ ക്ഷേത്രമായിരിക്കുകയാണ് ഗീതു, നീ എന്നെ വിശ്വസിക്കണം. ദയവായിട്ട് ഗീതു എന്നെ വിശ്വസിക്കണം ഗീതു. എൻ്റെ വാക്കുകൾ നീ തള്ളിക്കളയരുത് ഗീതു. ഞാൻ ഇനി കുടിക്കില്ല ഗീതു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഗീതു എന്ന് പറഞ്ഞാണ് ഗോവിന്ദ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് കുറേ ഫോട്ടോ, അയ്യപ്പനും നമ്മുടെ ഗോവിന്ദും കൂടി ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിൽ ഇങ്ങനെ നിൽക്കുന്ന, കുറേയൊക്കെ അടിച്ചിങ്ങനെ നിൽക്കുന്നതിൻ്റെ ഫോട്ടോ നമ്മുടെ ഗീതു കാണുകയാണ്. അപ്പോൾ ഗീതു ഇങ്ങനെ നോക്കിയിട്ട്, ആഹാ കണ്ണേട്ട കൊള്ളാലോ, അപ്പോൾ ഉള്ളതാണോ, ക്ഷേത്രത്തിൽ തന്നെയാണല്ലോ പോയിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഇത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ രാധികാമ്മയാണെങ്കിൽ ആ സമയത്തും ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കുന്നത് ഇങ്ങനെ കാണിക്കുകയാണ്. അതിനുശേഷം എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ ഗോവിന്ദും അയ്യപ്പനും കൂടി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അയ്യപ്പൻ ഗോവിന്ദനോട് പറയണേ, എൻ്റെ ഗോവിന്ദ് കുഞ്ഞേ, ഇതിനൊരു അർബാധം ഉണ്ടോ, എന്താ ഈ മനസ്സിലിപ്പോൾ ഗീതുവിനോടൊന്ന് തുറന്നു പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. പ്രണയം പറയുന്ന കാര്യമാണ് അവർ തമ്മിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഉടനെ അയ്യപ്പനോട് ഗോവിന്ദ് പറയും അയ്യപ്പേട്ട, ഞാൻ ഇനി അത് തുറന്നു പറയും. പക്ഷേ എല്ലാം ഇന്നലെ പറയാമെന്ന് പറഞ്ഞ് നിന്നതല്ലേ, പക്ഷെ നിങ്ങളല്ലേ മനുഷ്യ അതെല്ലാം കുളമാക്കിയത്. ഞാനെന്ത് ചെയ്തു എന്നാ കുഞ്ഞേ നീ പറയുന്നത്? അയ്യപ്പേട്ട, ഞാൻ മദ്യപാനം വേണ്ടാന്നല്ലേ പറഞ്ഞത്? എപ്പാ? അല്ല, ഒരു പെക്ക് കഴിച്ചപ്പോൾ പിന്നെ എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്. പക്ഷെ നിങ്ങളല്ലേ അന്നേരം എന്നെ കൊണ്ട് കൂടുതലായിട്ട് കുടിപ്പിച്ചത്. ഞാനോ? കുഞ്ഞല്ലേ കുടിച്ചത്. ഫാൻറ്റസി ഗീതു വരണമെങ്കിൽ 2 പെഗ് കൂടെ കഴിക്കണമെന്നും പറഞ്ഞ്, ഫാൻറ്റസി ഗീതു വരണമെന്ന് പറഞ്ഞ് അയ്യപ്പെണ്ണല്ലേ നിർബന്ധിച്ച് എന്നെ കൊണ്ട് കുടിപ്പിച്ചത് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ഗോവിന്ദ് പറയാണ്, അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ പറയണം. അപ്പോൾ അയ്യപ്പൻ പറഞ്ഞേ, എൻ്റെ കുഞ്ഞെ 2 പെഗും കൂടി ആയപ്പോൾ ഞാൻ കുഞ്ഞിനോട് നിർത്താൻ പറഞ്ഞതല്ലേ, എന്നിട്ട് കുഞ്ഞ് കേട്ടോ, എനിക്ക് കൂടി ഒഴിച്ചു വെച്ചിരുന്നെങ്കിൽ കൂടി കുഞ്ഞല്ലേ വലിച്ചു കയറ്റിയത്, എന്നിട്ട് കുറ്റം മുഴുവൻ ഇപ്പോൾ എനിക്കായോ? 5 പെഗ്ഗായി, 6 പെഗ്ഗായി, 7 പെഗ്ഗായപ്പോഴും കുഞ്ഞിനോട് നിർത്തുന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് കേട്ടില്ലല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ചമ്മി നിൽക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, സോറി അയ്യപ്പേട്ട, ഇനിയിപ്പോൾ സംഭവിച്ചു പോയില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനൊക്കും, ഇനി എങ്ങനെയെങ്കിലും മനസ്സിലുള്ളതൊന്ന് തുറന്നു പറയണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഗോവിന്ദൻ്റെ ഫോണിലേക്ക് കോൾ വരികയാണ്. അപ്പോൾ ഗോവിന്ദ് നോക്കിയിട്ട് പറഞ്ഞു, വിജയലക്ഷ്മി, ഇവരെന്തിനാ എന്നെ വിളിക്കുന്നത്? അപ്പോൾ ഉടനെ അയ്യപ്പട്ടൻ ചോദിക്കണം, എന്താ കുഞ്ഞെ, എന്താ കാര്യം? എന്താണ് കാര്യം എന്നറിയത്തില്ല. ഇവരൊക്കെ ഒരിത്തിരി അയഞ്ഞു കൊടുത്തപ്പോഴുണ്ടല്ലോ, ഇപ്പോഴിവർ അധികം സ്വാതന്ത്ര്യം എടുക്കുകയാണ്. ഇവർക്ക് എന്താ ഇതിൻ്റെ കാര്യം? എന്നെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്തിനാണ് ഇവരെന്നെ വിളിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം നോക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് മറുതലയ്ക്കൽ നമ്മുടെ വിജയലക്ഷ്മിയാണ്. വിജയലക്ഷ്മി മനസ്സിൽ പറയണേ, എന്തിനാ ഈ ഗോവിന്ദ് എന്തിനാ ഫോൺ കട്ട് ചെയ്യുന്നത്? ഒരാവശ്യത്തിന് വിളിക്കുമ്പോഴത്തേക്ക് ഇവൻ എന്താ സംസാരിക്കാതെ ഫോൺ കട്ട് ചെയ്യുന്നത് എന്നൊക്കെ വിജയലക്ഷ്മി തന്നെ പറയുകയാണ്. എന്നിട്ട് വിജയലക്ഷ്മി ആലോചിക്കുകയാണ്, ഈശ്വര, ഇപ്പം വിളിച്ചിട്ട് ഗോവിന്ദ് ഫോൺ എടുത്തില്ലെങ്കിൽ ആകെ കുഴപ്പമാവുമല്ലോ. എന്തിനായിരിക്കും അനാർക്കലി വിളിച്ചിട്ടുണ്ടാവുക? അതേക്കുറിച്ച് അവനോടൊന്ന് പറയാമെന്ന് വെച്ചാൽ ഇവൻ ഫോണും എടുക്കുന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്നിങ്ങനെ വിചാരിക്കുകയാണ്. എന്നാൽ അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി വീണ്ടും വിളിക്കുകയാണ്. അങ്ങനെ അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ഫോണിൽ നോക്കിയിട്ട്, ഇവരെന്തിനാണ് വിളിക്കുന്നത്? ഇവരോട് എനിക്ക് വിളിക്കുന്നത് ഇഷ്ടമല്ലെന്ന് എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും വിളിക്കുന്നത് കണ്ടില്ലേ അയ്യപ്പേട്ട എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഗോവിന്ദ് വീണ്ടും
ഫോൺ ഓഫ് ആക്കിയിട്ടങ്ങ് വയ്ക്കുകയാണ്. അപ്പോൾ വിജയലക്ഷ്മിയെ കാണിക്കുകയാണ്. വിജയലക്ഷ്മി പറയുന്നത്, ഛേ വീണ്ടും ഇവൻ എന്ത് പണിയായി കാണിച്ചത്, ഞാൻ എങ്ങനെ ഇനിയിപ്പോൾ ഈ കാര്യം ഇവനെ ഒന്ന് അറിയിക്കുന്നത്, ഇനി അനാർക്കലി വിളിച്ചിട്ട് ഗീതുവിനോട് ഇനി എന്തെങ്കിലും പറയുമോ, ഒന്നും അറിയാൻ വയ്യല്ലോ, ഗീതുവിനെ വിളിച്ചിട്ട് ഇതൊന്ന് പറയാമെന്ന് വെച്ചാൽ അയ്യോ അത് വേണ്ട, അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ തന്നെ സംസാരിച്ചിങ്ങനെ ആകെ വിഷമിച്ച് ഫോണും എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ രാധികാമ്മയെയാണ് കാണിക്കുന്നത്. രാധികാമ്മ ജയിലിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ അനാർക്കലിയെ കാണാനായിട്ട് ജയിലിലേക്ക് വന്നിരിക്കുകയാണ്. ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് വാർഡൻ വരികയാണ്. അങ്ങനെ നമ്മുടെ അനാർക്കലിയെ കൂടി കൊണ്ടുവരികയാണ്. എന്നിട്ട് അനാർക്കലിയോട് നമ്മുടെ വാർഡൻ പറയണേ, ദേ സംസാരിക്കാനൊക്കെ നിൽക്കുന്നത് കൊള്ളാം, പഴംപുരാണങ്ങൾ മൊത്തം വിളമ്പിക്കൊണ്ട് നിൽക്കാതെ പെട്ടെന്ന് പറഞ്ഞു തീർത്തിട്ട് വന്നേക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അനാർക്കലി ഇങ്ങനെ നിന്ന് പെരുവിക്കെട്ടയാണ്. എന്നിട്ട് അനാർക്കലി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രാധികാമ്മ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് രാധികാമ്മ അനാർക്കലിയോട് ചോദിക്കുകയാണ്, നീ എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് ചുറ്റിക്കുന്നത്, നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു ഇടപാടും ബാക്കിയില്ലല്ലോ, ഒക്കെ പറഞ്ഞു തീർത്തതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അനാർക്കലി ചോദിക്കുകയാണ്, അവസാനിപ്പിച്ച് പോകാൻ കഴിയാത്ത ഇടപാടുകൾ ബാക്കി നിൽക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ്. 30 വർഷം മുമ്പ് വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തെയും അവരുടെ ഭർത്താവ് അറയ്ക്കൽ മാധവൻ നായരെയും ചതിച്ചത് നമ്മൾ രണ്ടുപേരും ചേർന്നായിരുന്നല്ലോ. സമ്പന്നതയിൽ ജീവിച്ച മാധവൻ നായരെ ഒരു നിമിഷം കൊണ്ട് ചതിച്ച് നശിപ്പിച്ച് ഒന്നുമില്ലാത്തവനാക്കി തീർത്ത് ഒടുവിൽ മരണത്തിലേക്ക് തള്ളിവിട്ടത് നീയല്ലേ രാധികെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഉടനെ രാധികാമ്മ ഇങ്ങനെ ഞെട്ടിപ്പോവുകയാണ്. കണ്ണുകൾ രണ്ടും ഇങ്ങനെ തള്ളി വരികയാണ് നമ്മുടെ രാധികാമ്മയുടേത്. അപ്പോൾ ഉടനെ തന്നെ രാധികാമ്മ ഒട്ടനെ തന്നെ വിളിക്കണം, അനാർക്കലി എന്നിങ്ങനെ വിളിക്കുകയാണ്, അലറി വിളിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അനാർക്കലി പറയണം, പഴയ ഞെട്ടലുണ്ടല്ലോ നീ പുറത്തെടുക്കണ്ട എന്ന് പറയാണ്. ഞാനും നീയും ചേർന്ന് നടത്തിയ സാമ്പത്തിക തട്ടിപ്പിൻ്റെ രേഖകൾ ഇന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ അനാർക്കലി പറയുന്നത്, നമ്മുടെ രാധികാമ്മയോട് പറയുന്നത്. ഞാനും നീയും ചേർന്ന് നടത്തിയ സാമ്പത്തിക തട്ടിപ്പിൻ്റെയൊക്കെ രേഖകൾ ഇപ്പോഴും നമ്മുടെ അനാർക്കലി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ രാധികാമ്മയോട് പറയുകയാണ്. അത് ഞാൻ ഗോവിന്ദനെ കാണിച്ചാലുണ്ടല്ലോ അവൻ അപ്പം തന്നെ നിന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലും എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഉടനെ അനാർക്കലിയോട് പറയുകയാണ് നമ്മുടെ രാധികാമ്മ പറയണേ, അനാർക്കലി കഴിഞ്ഞു പോയതൊന്നും നീ ഇനി ഗോവിന്ദൻ്റെ മുന്നിൽ എത്തിക്കരുത്. ഇപ്പോൾ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജയിൽ ശിക്ഷ അതുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല അനാർക്കലി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അനാർക്കലി പറയുകയാണ്, ഞാനും നീയും മാധവൻ നായരെ ചതിച്ചുണ്ടാക്കിയ മുതൽ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ എനിക്കിങ്ങനെ ജയിൽ ശിക്ഷ അനുഭവിച്ച് കിടക്കേണ്ടി വരില്ലായിരുന്നു. എനിക്ക് ഈ കേസിൽ നിന്നൊക്കെ ഉണ്ടല്ലോ ആ പണം ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് രക്ഷപ്പെടാമായിരുന്നു. ഈ കേസിൽ നിന്നെല്ലാം ഞാൻ രക്ഷപ്പെട്ട് പുറത്തിറങ്ങി ഏതെങ്കിലും ഒരു നാട്ടിൽ ചെന്നിട്ട് നല്ലൊരു അമ്മയായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ കൂടെ നല്ലൊരു കുടുംബിനിയായിട്ട് എനിക്ക് ജീവിക്കാമായിരുന്നു. ഇതെല്ലാം ഇല്ലാതാക്കി എന്നെ ഇരുട്ടിലാക്കിയത് നീയാണ് രാധികയെ എന്നിങ്ങനെ പറയാണ്. നീ ഒറ്റൊരുത്തി കാരണമാണ് ഞാനിങ്ങനെ ക്രിമിനൽ ആവേണ്ടി വന്നത് എന്നിങ്ങനെ നമ്മുടെ അനാർക്കലി പറയുകയാണ്. നീ മാത്രമല്ല നീയും ആ ഭദ്രനും കൂടി ചേർന്ന് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രാധികാമ്മയ്ക്കുണ്ടല്ലോ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആകെ ഇങ്ങനെ പരവേശപ്പെട്ട് നിൽക്കുകയാണ് നമ്മുടെ രാധികാമ്മ. അപ്പം തന്നെ നമ്മുടെ അനാർക്കലി പറയാണ്, നിന്നെ പരിചയപ്പെട്ട ആ ഒരു നിമിഷം ഉണ്ടല്ലോ രാധികെ, ആ നിമിഷത്തെ ഞാനിപ്പോൾ ശപിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം പറയാണ്, നിങ്ങളാ എന്നെ കുറ്റവാളിയാക്കിയത് ഇല്ലെങ്കിലുണ്ടല്ലോ ഞാനൊരു സാധാ വീട്ടമ്മയായിട്ട് ഏതെങ്കിലും ഒരു നാട്ടിൽ പോയിട്ട് സുഖമായിട്ട് ജീവിച്ചാനെ എന്ന് വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറയാണ് നമ്മുടെ അനാർക്കലി പറയുകയാണ്. എന്നെ ഈ തട്ടിപ്പിലേക്ക് തള്ളിവിട്ടതും നിർബന്ധിച്ചതും എല്ലാം നീയും ഭദ്രനും കൂടി ചേർന്നാണ്. കൂടെ നിന്ന് നീ എന്നെ ചതിക്കുകയായിരുന്നു രാധികെ. ഇനി ഞാൻ നിന്നോട് ക്ഷമിക്കാനോ? എങ്ങനെ ക്ഷമിക്കും എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ പറയാണ്, അനാർക്കലി ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല. രാധികാമ്മയുടെ സ്ഥിരം ഡയലോഗുകളാണ് ഇതൊക്കെ. മാധവേട്ടൻ്റെ സ്വത്തുക്കൾ കൈക്കലാക്കണമെന്ന് നമ്മൾ 3 പേരും കൂടിയാണ് പ്ലാൻ ചെയ്തത്. അതായത് ഭദ്രനും അനാർക്കലിയും നമ്മുടെ രാധികാമ്മ പറയുന്നതാണ് കേട്ടോ. നമ്മൾ 3 പേരും കൂടിയാണ് മാധവേട്ടൻ്റെ സ്വത്തുക്കൾ കൈക്കലാക്കണമെന്ന് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഒടുവിൽ ആ സമ്പത്ത് മുഴുവൻ സ്വന്തം പേരിലാക്കിയിട്ട് ഭദ്രൻ നാട് വിട്ടു പോയില്ലേ.
പിന്നെ എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് സ്വത്തുക്കൾ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ രാധികാമ്മ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അനാർക്കലി കുറേ നേരം ഇങ്ങനെ ചിരിക്കുകയാണ്. പക്ഷേ എനിക്ക് വയ്യ ചിരിക്കാൻ, എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ നമ്മുടെ അനാർക്കലി കുറേ നേരം എന്താണ് ചിരിക്കുകയാണ്. ചിരിച്ചതിന് ശേഷം അനാർക്കലി പറയണം, ഡി എന്നൊരു വിളിക്കുകയാണ്, അലറിക്കൊണ്ട് വിളിക്കുകയാണ്. എന്നിട്ട് പറയണേ, ഇതൊക്കെ വിശ്വസിക്കാനേ ഞാനെന്താ മന്ദബുദ്ധിയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഗോവിന്ദ് സമ്പാദിക്കാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ, അതിനോട് ചേർത്ത് വെച്ച് തന്നെ നിൻ്റെ കയ്യിലുണ്ടായിരുന്ന, നീ തട്ടിയെടുത്ത് സൂക്ഷിച്ചിരുന്ന നിൻ്റെ പണം ഉണ്ടല്ലോ, നീ അതിൽ കൂടെ ചേർത്ത് വെളുപ്പിച്ചെടുത്തു എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അതിന് പ്രത്യുപകാരമായിട്ടുണ്ടല്ലോ, ഈ തോന്നിയാസത്തിന് എല്ലാത്തിനും കൂട്ടുനിന്നതിന് പ്രത്യുപകാരമായിട്ട് നീ നിൻ്റെ മകളെ ഭദ്രൻ്റെ മകന് കല്യാണം കഴിച്ചു കൊടുത്തു. അതിനുശേഷം നീ നിൻ്റെ ഗോവിന്ദനെ ഉണ്ടല്ലോ, ഭദ്രൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. ആ മാറ്റ കല്യാണത്തിൻ്റെ കാര്യം പറയുകയാണ് നമ്മുടെ അനാർക്കലി. ഇതെല്ലാം ചെയ്തത് നീയും ഭദ്രനും കൂടി ചേർന്നല്ലേ, കിട്ടിയ പൈസ മുഴുവനും അവർ തമ്മിൽ വീതിച്ചെടുത്തു എന്നാണ് നമ്മുടെ അനാർക്കലി വിശ്വസിക്കുന്നത്. അതാണ് സംഭവം. അതിനുശേഷം പറയണം, ഇതൊക്കെ യാദൃശ്ചികമാണെന്ന് ഞാൻ വിശ്വസിക്കണം അല്ലേടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ എന്താണ് രാധികാമ്മ പറയണത്, ഇതൊക്കെ നിൻ്റെ വെറും തെറ്റിദ്ധാരണയാണ് അനാർക്കലി, ഇതൊന്നുമല്ല സത്യങ്ങൾ എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ ഗോവിന്ദിൻ്റെ പേരിലുള്ള ഇപ്പോൾ ഉള്ള ഈ സമ്പാദ്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അവനത് കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് സമ്പാദിച്ചതാണ്, അല്ലാതെ അതിൽ ഞാനൊന്നും പൈസയൊന്നും കൂട്ടി വെച്ച മാധവേട്ടൻ്റെ പൈസയൊന്നും കൊണ്ടുവന്ന് വെളുപ്പിച്ചെടുത്തതൊന്നുമല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അനാർക്കലി പറയണേ, നിർത്തടി, ഛീ, എല്ലാത്തിൻ്റെയും പങ്കുണ്ടല്ലോ നീ ഒറ്റയ്ക്ക് അനുഭവിച്ചാൽ പോരെ രാധികേ, അതിൻ്റെ പങ്കുണ്ടല്ലോ എനിക്കും കൂടി കിട്ടിയിരിക്കണം. ഈ കാലം അത്രയും ജയിലിൽ ഒറ്റയ്ക്ക് കിടന്ന് നരകിച്ചവളാ ഞാൻ. ഈ നരകയാതന മുഴുവനും അനുഭവിച്ചതുണ്ടല്ലോ വെറുതെയൊന്നുമല്ല. എനിക്ക് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് സുഖമായിട്ട് ജീവിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രാധികാമ്മ ഇടയ്ക്ക് കയറി പറയണം, അനാർക്കലി നീ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലേ എന്നിങ്ങനെ പറയണം. ഉടനെ പറയണം, ഇതേക്കുറിച്ച് നീ ഇനി സംസാരിക്കരുത് രാധികയുടെ നമ്മുടെ അനാർക്കലിയാണ് പറയുന്നത്. ഒരു ചില്ലിക്കാശിൻ്റെ സമ്പാദ്യം പോലുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടവളായിട്ടാണ് ഞാൻ ഈ ജയിലിലേക്ക് വന്നത്. എൻ്റെ കയ്യിൽ അന്നുണ്ടായിരുന്ന പണം, അതായത് ഈ തട്ടിച്ച പൈസയൊക്കെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, ഒരു കേസും ഒരു പുക്കാറും ഇല്ലാതെ എങ്ങനെയെങ്കിലും എനിക്ക് ഈ ജയിലിൽ ഇത്രയും നാളും കിടന്ന് നരകിക്കാതെ തന്നെ എനിക്ക് പുറത്തിറങ്ങായിരുന്നു. പക്ഷേ ആ മാർഗവും നീയൊക്കെ ചേർന്ന് അടച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ഇവിടെ കിടക്കേണ്ടി വന്നത്. ഇനി ഏറിയാൾ 7 ദിവസം, ആ 7 ദിവസത്തിനാ വെച്ച് ഞാൻ പുറത്തിറങ്ങിയിരിക്കും. ഞാൻ പുറത്തിറങ്ങിയാലുണ്ടല്ലോ എനിക്ക് ജീവിക്കണം. ഇത്രയും നാൾ ഞാൻ നരകിച്ചതിനൊക്കെ പകരമായിട്ട് മഹാറാണിയെ പോലെ എനിക്ക് ജീവിക്കണം. അതിനെനിക്ക് പണം വേണം എന്നിങ്ങനെ പറയാണ്. എനിക്ക് സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ പണം വേണം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ തന്നെ രാധികാമ്മ പറയണം, നിനക്ക് ജീവിച്ചാൽ പോരെ, നിനക്ക് ഞാനതിന് നല്ലൊരു ജോലി ശരിയാക്കി തരാം എന്നിങ്ങനെ പറയാണ് നമ്മുടെ രാധികാമ്മ. അപ്പോൾ ഉടനെ പറയണേ, ഡി ജോലിക്കാരിയായിട്ട് നിൽക്കാൻ നീ എൻ്റെ ഉടമസ്ഥയല്ല എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം പറയണം, ഇനിയുള്ള കാലമുണ്ടല്ലോ എനിക്ക് രാജകീയമായിട്ട് തന്നെ ജീവിക്കണം, അതിന് എനിക്ക് പണം വേണം എന്ന് പറയണം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രാധികാമ്മ ഇങ്ങനെ ആകെ പേടിച്ചിരിക്കുകയാണ്. കാരണം മറുവശത്തു നിന്ന് നമ്മുടെ കിഷോറിൻ്റെ നല്ല രീതിയിലുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. കിഷോർ ഒരു വശത്തു നിന്ന് 10 കോടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാധികാമ്മയെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതും കൂടെ ആയിട്ട് എന്താ പറയുന്നത്, രാധികാമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഉടനെ പറയണം, ഒരു കുറവുമില്ലാതെ എനിക്ക് ജീവിക്കണം. അതായത് നമ്മുടെ അനാർക്കലി പറയുകയാണ്, ഇനിയുള്ള കാലം മുഴുവനും എനിക്ക് രാജകീയമായിട്ട് ജീവിക്കണം, ഒരു കുറവുമില്ലാതെ ജീവിക്കണം, അതിനുള്ള പണം എനിക്ക് നീ തരണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ രാധികാമ്മ ഞെട്ടിപ്പോവുകയാണ്. ഞാൻ പറയുന്നത് നീ അംഗീകരിക്കാൻ തയ്യാറാവണം, ഇല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മുഴുവനും ഗോവിന്ദിൻ്റെ ചെവിയിൽ ഞാൻ എത്തിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രാധികാമ്മ പേടിച്ചു പോവാണ്. അപ്പോൾ ഉടനെ പറയണം, ഇതിനൊക്കെ തയ്യാറാണെങ്കിൽ നീ ഇവിടെ ഇനി വന്നാൽ മതി, ജയിലിലേക്ക് വന്നാൽ മതി. എനിക്ക് ആവശ്യമുള്ള പണം, എനിക്കിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഈ ഒരു ആയുസ് മുഴുവനും അനുഭവിച്ച് തീർക്കാനുള്ള, സുഖമായിട്ട് ജീവിക്കാനുള്ള പണവും കൊണ്ട് നീ എൻ്റെ മുന്നിലേക്ക് വരണം. അങ്ങനെയാണെങ്കിൽ മാത്രം നീ എൻ്റെ മുന്നിലേക്ക് വന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ രാധികാമ്മയോട് പറയുകയാണ്, നീയും ഞാനും കൂടി നടത്തിയ ആ തട്ടിപ്പുണ്ടല്ലോ, അതിൻ്റെയൊക്കെ രേഖകൾ, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ആ ഒരു തട്ടിപ്പിൻ്റെ രേഖകളൊക്കെ ഇപ്പോഴും എൻ്റെ കൈവശമുണ്ട്. അതെല്ലാം കൊണ്ട് ഞാൻ ഗോവിന്ദിനെ ഒരു കണക്കും അങ്ങ് കാണുമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഉടനെ പേടിച്ചു പോകണം നമ്മുടെ രാധികാമ്മ. അങ്ങനെ നമ്മുടെ
അങ്ങനെ എന്താണ് നമ്മുടെ രാധികാമ്മയോട് നമ്മുടെ അനാർക്കലി പറയുകയാണ്, പറഞ്ഞത് കേട്ടില്ലേ, ഇതിന് തയ്യാറായിട്ട് മാത്രം ഇനി നമ്മൾ തമ്മിൽ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനാർക്കലി അങ്ങ് പോവുകയാണ്. അവസാനം കലി പൂണ്ട നമ്മുടെ രാധികാമ്മ ജയിലിലെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു സെല്ലിൻ്റെ ആ ഡോറിൽ ഇങ്ങനെ ഞങ്ങൾ അടിക്കുകയാണ്, കൈയും കൊണ്ട് ഇങ്ങനെ അടിക്കുകയാണ്. എന്നിട്ട് കണ്ണിങ്ങനെ തള്ളി വെച്ചുകൊണ്ട് നമ്മുടെ രാധികാമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീടെന്ന് വെച്ചാൽ നമ്മുടെ വാർഡൻ ഉണ്ടല്ലോ വിളിക്കുകയാണ്, നമ്മുടെ വിജയലക്ഷ്മിയെ വിളിക്കുകയാണ്. വിജയലക്ഷ്മിയെ വിളിച്ചിട്ട് നമ്മുടെ രാധിക വന്ന കാര്യം പറയുകയാണ്. അവർ വന്നു, കുറച്ച് സമയം സംസാരിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മുടെ വാർഡൻ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗീതുവാണ്. ഗീതു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. തലയിലൊക്കെ ഇങ്ങനെ തോർത്തൊക്കെ വെച്ച് കെട്ടി അങ്ങനെ വരെയാണ് നമ്മുടെ ഗീതു. വന്നതിന് ശേഷം ഗീതു നോക്കുമ്പോഴത്തേക്ക് ഫോണിൽ മെസ്സേജ് വരുന്ന ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ ഗീതു ചെന്നിട്ട് ഫോൺ എടുക്കുകയാണ്. ഫോൺ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദിൻ്റെ വോയിസ് മെസ്സേജാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദിൻ്റെ കുറേ ഫോട്ടോകളാണ് ആദ്യം നമ്മുടെ ഗീതു നോക്കുന്നത്. വോയിസ് മെസ്സേജ് പിന്നെയാണ് നോക്കുന്നത്. നോക്കുമ്പോൾ ഗോവിന്ദും അയ്യപ്പനും കൂടി ക്ഷേത്രത്തിൽ നിൽക്കുന്നു. പല പല ക്ഷേത്രങ്ങളിൽ പല പല ഹോസിൽ നിൽക്കുന്ന ഫോട്ടോയൊക്കെ കാണുകയാണ്. അപ്പോൾ ഗീതു മനസ്സിലോർക്കണം, കണ്ണേട്ടനപ്പോൾ ശരിക്കും പറഞ്ഞതുള്ളതാണല്ലോ, കണ്ണേട്ടനപ്പോൾ ശരിക്കും മാനസാന്തരം വന്നോ, ഇനി കണ്ണേട്ടൻ കള്ളുകൂടി നിർത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ഗീതു സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ കണ്ണേട്ടൻ നല്ല കുറ്റബോധത്തിലാണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഗീതു നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദിൻ്റെ വോയിസ് മെസ്സേജ് എടുത്ത് കേൾക്കുകയാണ് നമ്മുടെ ഗീതു. അതിനകത്ത് വോയിസ് മെസ്സേജിൽ ഗോവിന്ദ് പറയണേ, എൻ്റെ ഗീതു, ഇതുവരെ ഞാൻ 6 ക്ഷേത്രം കഴിഞ്ഞു, ഇത് 7ാമത്തെ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത് നിന്നുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. ഇനിയെങ്കിലും നീ എന്നോട് ക്ഷമിച്ചെന്നും പറഞ്ഞ് ഒരു എന്താ പറയുന്നത്, ഒരു മെസ്സേജ് തിരിച്ചിങ്ങോട്ട് അയക്ക് ഗീതു. അല്ലെങ്കിലുണ്ടല്ലോ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും, നിൻ്റെ മെസ്സേജ് കിട്ടാതെ ഞാൻ ഇനി വീട്ടിലേക്ക് തിരിച്ച് വരത്തില്ല. ഇതുകൂടി ആകുമ്പോഴുണ്ടല്ലോ 7 ക്ഷേത്രങ്ങളാവുകയാണ് ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലൂടെ കയറി കഴിയുമ്പോൾ. കാരണം 7ാമത്തെ ക്ഷേത്രമാണ് ഗീതു എന്നും പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഇത് എടുത്ത് നോക്കിയിട്ട് നമ്മുടെ ഗീതുവിന് ചിരിയാണ് വരുന്നത്. അങ്ങനെ ഗോവിന്ദ് പറയാണ്, 7 ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് ഞാൻ ഇനി വീട്ടിൽ വരണം എന്നുണ്ടെങ്കിൽ ഗീതുവിൻ്റെ മെസ്സേജ് വരണം, അത് വരാതെ ഞാൻ ഇനി വരില്ല ഗീതു, നീ ക്ഷമിച്ചെന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദ് കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അത് നോക്കിയിട്ട് നമ്മുടെ ഗീതു തന്നെ പറയണം, പൂച്ച സന്യാസി. അപ്പോൾ ഉടനെ അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ഗോവിന്ദ് പറയണം, നീ ഇനി നിൻ്റെ മെസ്സേജ് വന്നില്ലെങ്കിലുണ്ടല്ലോ ഞാൻ എവിടെയെങ്കിലും സന്യസിക്കാൻ പോകും, ഞാൻ പിന്നെ വീട്ടിലേക്ക് വരേയില്ല എന്നിങ്ങനെ പറയണം. അപ്പോഴാണ് ഗീതു നോക്കിയിട്ട് പറയണം, പൂച്ച സന്യസിക്കാൻ പോവും എന്നിങ്ങനെ പറയണേ. അങ്ങനെ സന്യസിക്കാൻ പോകുന്നെങ്കിലുണ്ടല്ലോ, ഫോട്ടോയിൽ നോക്കിക്കൊണ്ടാണേ, മൊബൈലിൽ ഉള്ള ഗോവിന്ദിൻ്റെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട്, അങ്ങനെ സന്യസിക്കാൻ പോകുന്നുണ്ടെങ്കിലുണ്ടല്ലോ ഞാനും കൂടി വരാം, നമുക്ക് 2 പേർക്കും പ്രേമഭിക്ഷുക്കളായിട്ട് ഊരുതണ്ടാം എന്നിങ്ങനെ ഗീതു പറഞ്ഞിട്ട് ഇങ്ങനെ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാണിക്കുകയാണ്. അങ്ങനെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. ഒരുപാട് എന്താ പറയുന്നത്, ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു എങ്കിലും കൂടുതൽ സമയം നമ്മുടെ അനാർക്കലിയും നമ്മുടെ രാധികാമ്മയും തമ്മിലുള്ള ആ ഒരു സംസാരമായിരുന്നു. അത് ഒരുപാട് നീണ്ടുപോയി. അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ ഇങ്ങനെ നോട്ട് എഴുതി വെച്ചിട്ട് നോക്കിയാണ് പറഞ്ഞത്. കാര്യം ഇവിടെ ഇരിക്കുന്നില്ല, കാരണം ഒരുപാടുണ്ടായിരുന്നു ഡയലോഗുകൾ. അങ്ങനെ എന്തായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.